ഹലോ എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മുടെ 4th ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ 5th ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ് അല്ലേ. സോ 5th ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, ശാരീരികപരമായിട്ടും അതുപോലെ മസിൽസിൻ്റെയും ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, മോട്ടോർ ഡെവലപ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോട്ടോർ ഡെവലപ്മെൻറ്റ് ആൻഡ് റോൾ ഓഫ് ദ ടീച്ചർ, ഇവയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയുന്നു, അതുപോലെ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയുന്നു, പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അല്ലേ, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മോട്ടോർ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്, അതുപോലെ ഈ ഫിസിക്കൽ ഓർ മോട്ടോർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നതിൽ ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണെന്നും കൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലേ. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണെന്നാണ് പറയുന്നത്. എ പ്രോസസ് വിച്ച് ബ്രിങ്സ് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ദ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇൻറ്റേർണൽ ബോഡി ഓർഗൻസ്. എന്താണ്, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഒരു കുട്ടിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടും ഉള്ള ബോഡി ഓർഗൻസ്, ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന, പ്രോഗ്രസീവായിട്ട് വളർച്ചയോട് കൂടിയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ, ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദെയർ കപ്പാസിറ്റി ടു ഫങ്ഷൻ അല്ലേ. എന്താണ് പറയുന്നത്, അത് അവരുടെ പ്രോഗ്രസീവ് ചേഞ്ചസ് അവരുടെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ബോഡി ഓർഗൻസിൽ ഉണ്ടാകുന്നു. അതായത് വളർച്ച നടക്കുന്നു. ഇൻറ്റേർണൽ ആയിട്ടുള്ള ബോഡി ഓർഗൻസും അതിൽ അവയവങ്ങളും അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ശാരീരിക അവയവങ്ങളും എന്ത് ചെയ്യാണ്, ചേഞ്ചസ് വരികയാണ് അല്ലേ. വളർച്ചയുണ്ട്, പ്രോഗ്രസീവ് ചേഞ്ചസ് ഉണ്ടാവുകയാണ് അല്ലേ. പ്രോഗ്രസീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ ഫങ്ഷൻ ചെയ്യാനുള്ള അല്ലേ, അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റിയും എന്താവും, ഇൻക്രീസ് ആവും അല്ലേ. ഒരു കുഞ്ഞു കുട്ടിയുടെ ചെറിയ കൈ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനേക്കാൾ ആ കുട്ടിയുടെ കൈ വളരും തോറും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആക്ഷൻസ് അല്ലേ, അതിൻ്റെ കപ്പാസിറ്റി ടു ഫങ്ഷൻ എന്താവാണ്, ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, അവർക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലേ, ഓർഗൻസ് വലുതാവും തോറും എന്തുണ്ട്, അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് കൂടുതലാവും. സോ അതാണ് പറയുന്നത് ശാരീരികപരമായിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗൻസ്, അതായത് പുറത്തുള്ളത് നമ്മൾ കൈകാലുകൾ അങ്ങനെയുള്ള അവയവങ്ങൾ, പുറമേയുള്ള അവയവങ്ങളും അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അങ്ങനെയുള്ള അവയവങ്ങളും അതുപോലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മൾ ഹാർട്ട്, ലിവർ ഫങ്ഷൻ ചെയ്യുന്ന അതുപോലെയുള്ള ഓർഗൻസ് ഒക്കെ എന്തുണ്ട്, ബ്രെയിൻ എല്ലാം വളരുന്നുണ്ട്. സോ അങ്ങനെയുള്ള വളർച്ച കൂടുന്തോറും എന്തുണ്ട്, അതിന് ഫങ്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നത് എന്താണ്, ചേഞ്ചസ് ഇൻ ഗ്രോസ് ഫിസിക്കൽ സ്ട്രക്ചറും ചേഞ്ചസ് ഇൻ ഇൻറ്റേർണൽ ഓർഗൻസും അല്ലേ. നമ്മളെ വലിയ ഫിസിക്കൽ സ്ട്രക്ചറിൽ വലിയ മസിൽസിനും അതല്ലെങ്കിൽ അവയവങ്ങൾക്കുമുള്ള വളർച്ച, അതുപോലെ ചേഞ്ചസ്, മാറ്റങ്ങൾ അല്ലെങ്കിൽ വളർച്ച, അതല്ലെങ്കിൽ അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ ഇൻറ്റേർണൽ ഓർഗൻസിന് ഉണ്ടാവുന്ന ചേഞ്ചസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ജനറലായിട്ട് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് ചില പ്രത്യേകതകളുണ്ട്, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇസ് വെരി റാപ്പിഡ് ഡ്യൂറിങ് ഇൻഫാൻസി. എന്താണ് ഇൻഫാൻസിയിൽ അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചു 0 to 2 years വരെയാണ് നമ്മൾ ഇൻഫാൻസി പറഞ്ഞത്. അപ്പോൾ ഇൻഫാൻസി പീരീഡിൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എന്തിലുണ്ടാവുക, ശാരീരികപരമായിട്ടുള്ള ചേഞ്ചസ് കാണപ്പെടുക. ഓക്കെ, ദെൻ സെക്കൻഡ് പീരീഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻഫാൻസിയിൽ നമുക്ക് റാപ്പിഡായിട്ടുള്ള ചേഞ്ചസ് നടന്നു എന്ന് പറഞ്ഞു അല്ലേ. ആ നടന്ന ചേഞ്ചസിൻ്റെ ഒരു ഫിക്സേഷൻ്റെ ഒരു പീരീഡും കൂടെയാണ് ഈ ഒരു പ്രീ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്, ഇൻഫാൻസിയിൽ എന്തൊക്കെ ലഭിച്ചോ എന്തൊക്കെ നേടിയോ ആ ഒരു വളർച്ചയുടെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഒക്കെ ഒരു സ്റ്റെബിലൈസേഷനാണ് എന്തിൽ നടക്കുന്നത്, പ്രീ ചൈൽഡ്ഹുഡിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് എന്ന് പറയുന്നത്, തേർഡ് സ്റ്റേജ് മിഡിൽ ചൈൽഡ്ഹുഡ് ആണ്. മിഡിൽ ചൈൽഡ്ഹുഡിൽ എന്തൊക്കെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നടക്കുന്നത്, 6 to 9 yearsലാണ്, 9 years ആയിട്ടാണ് നമ്മൾ മിഡിൽ ചൈൽഡ്ഹുഡ് കണക്കാക്കുന്നത്. ഷോസ് എഗെയിൻ എ പീരീഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പീരീഡാണ്. ബട്ട് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് ലോ ഇൻ കമ്പാരിസൺ ടു ഇൻഫാൻസിയിൽ ഉണ്ടാവുന്ന അത്രയും റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെൻറ്റും അല്ല എവിടെ നടക്കുന്നത്, മിഡിൽ ചൈൽഡ്ഹുഡിൽ. എന്നാൽ പോലും ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടക്കുന്നുമുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു പീരീഡാണ്
എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോഴൊക്കെ ശാരീരികപരമായിട്ടുള്ള വളർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ദെൻ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 to 12 years ആണ്. ഈസ് എഗെയിൻ എ പീരീഡ് ഓഫ് ഫിക്സേഷൻ അല്ലേ. മിഡിൽ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ആ ഒരു വളർച്ചയുടെ ഒരു ഫിക്സേഷൻ പീരീഡാണ് എന്ത് പറഞ്ഞാൽ ലേറ്റ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേറ്റർ ചൈൽഡ്ഹുഡ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഈസ് ദ ഫസ്റ്റ് 3 years ഓഫ് അഡോളിസൻസ്. അഡോളിസൻസിൻ്റെ ആദ്യത്തെ 3 വർഷങ്ങൾ ഏർലി അഡോളിസൻസ് എന്ന് പറയും അല്ലേ. ആർ മാർക്ക്ഡ് ആസ് ദ ഇയേഴ്സ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇൻഫാൻസിയിൽ പറഞ്ഞതുപോലെ തന്നെ ഏർലി അഡോളിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡായിട്ട് ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടക്കുന്ന ഒരു പീരിയഡ് കൂടിയാണ് എന്ത് ഏർലി അഡോളിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് വളർച്ച, അതുപോലെ ശാരീരികപരമായിട്ടുള്ള വളർച്ചയും മാനസിക വളർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി അഡോളിസൻസ് ഈസ് ഫോളോഡ് ബൈ എ പീരീഡ് ഓഫ് സ്ലോ ഗ്രോത്ത്. എന്താണ് ഏർലി അഡോളിസൻസിനെ ഫോളോ ചെയ്ത് പോകുന്ന അടുത്തൊരു പീരീഡാണ് അടുത്ത ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് അഡോളസൻസിൽ വന്നു കഴിഞ്ഞു അല്ലേ. സോ ഇനി അതിനെ ഫോളോ ചെയ്യുന്ന ബാക്കിയുള്ള പീരീഡിൽ സ്ലോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, ദെൻ ഫിസിക്കൽ ഗ്രോത്ത് സീസസ് ബൈ ദ അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി. എന്താണ് ഫിസിക്കൽ ഗ്രോത്ത് എന്തിനെ ഫോളോ ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്? മെച്യൂരിറ്റി. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിൻ്റെ എൻഡോട് കൂടിയിട്ട് എന്തുണ്ട്, കുട്ടി മെച്യൂർഡ് ആവുകയാണ്. ഒരു മെച്യൂരിറ്റിയെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പോകുന്നത്. ഓക്കെ, എന്താണ് പറയുന്നതെങ്കിൽ ഫിസിക്കൽ ഗ്രോത്തിലൂടെ എന്താണ് കാണപ്പെടുന്നത്? മെച്യൂരിറ്റിയാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ഓഫ് ഹെൽത്തി പ്രീ സ്കൂൾ ചൈൽഡ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രീ സ്കൂൾ ചൈൽഡിൻ്റെ ആവറേജ് ഹൈറ്റും വെയ്റ്റുമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശാരീരിക വളർച്ച അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് അളക്കുന്നത്? അവരുടെ ഹൈറ്റും വെയ്റ്റും ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഓക്കെ, ഈ ഒരു ഏജിൽ ഇത്രയും ഹൈറ്റ് വേണം, ഇത്രയും വെയ്റ്റ് വേണം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു 3 year old പ്രീ സ്കൂളറുടെ ആവറേജ് ഹൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിന് 14.78 kilograms ആണ്. ദ സെയിം ടൈം ഗേൾസിന് 13.79 kilograms ആണ്. ഓൾമോസ്റ്റ് ഒരു 1 kgയുടെ ഡിഫറൻസസ് ബോയ്സും ഗേൾസും തമ്മിലുണ്ടാവും. സാധാരണയായിട്ട് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ആവറേജ് വെയ്റ്റിലും ഹൈറ്റിലും ഒക്കെ എന്തുണ്ട്, ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ബിക്കോസ് ബോയ്സ് ഗേൾസിനേക്കാൾ കുറച്ച് ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെയാണ് സാധാരണ കാണപ്പെടുന്നത്. സോ ഗേൾസിനേക്കാളും ഹൈറ്റിലും വെയ്റ്റിലും നേരിയ ഒരു ചേഞ്ചസ് ബോയ്സിന് ഉണ്ടായിരിക്കും. സോ ഒരു 3 year old ബോയുടെ അല്ലെങ്കിൽ ഗേളിൻ്റെയും ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോയുടെ ഹൈറ്റ് 98.36 centimeters ആകുമ്പോൾ ദ സെയിം ടൈം ഗേൾ ചൈൽഡിൻ്റെ ഹൈറ്റ് 3 yearsൽ 91.21 centimeters ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാർട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ 4 years ആകുമ്പോൾ 16.12 kg ആണ് ബോയ്സിൻ്റെ എങ്കിൽ 15.85 kg ആണ് ഗേൾസിൻ്റെ വെയ്റ്റ് വരുന്നത്. ദ സെയിം ടൈം ഹൈറ്റ് 104.70 centimeters ആണ് ബോയ്സിൻ്റെ ഹൈറ്റ് എങ്കിൽ 104.19 ആണ് ഗേൾസിൻ്റെ ഹൈറ്റ് വരുന്നത്. ദ സെയിം 5 years ആകുമ്പോൾ ബോയ്സിന് വെയ്റ്റ് വരുന്നത് 19 kg ആകുമ്പോൾ ഗേൾസിന് 18 point something. ഓക്കെ, അതുപോലെ ഹൈറ്റ് 113 ആകുമ്പോൾ ബോയ്സിന് ഹൈറ്റ് വരുമ്പോൾ 112 ആണ്. 12.24 ആണ് ഗേൾസിന് ഹൈറ്റിലുള്ള വ്യത്യാസം. ദെൻ ദ സെയിം 6 years ആകുമ്പോൾ 22.4 kg ബോയ് വെയ്റ്റ് ഉണ്ടാകുമ്പോൾ ഗേൾസ് 21.56 ആണ് വെയ്റ്റ് ഉണ്ടാവുന്നത്. ദ സെയിം ടൈം 118.90 centimeters ഹൈറ്റ് ബോയ്സ് ഉണ്ടാകുമ്പോൾ 117.70 centimeters ആണ് ഗേൾസിൻ്റെ ഹൈറ്റ് വരുന്നത്.
ആൻഡ് ദ ഗെയിൻ ഇൻ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് വേരീസ് ഫ്രം ചൈൽഡ് ടു ചൈൽഡ്. എന്താണ്, ഇനിയിപ്പോൾ ഓരോ കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും സെയിം ഒരു 3-year-old പ്രീ സ്കൂളറുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സെയിം ഹൈറ്റും വെയ്റ്റും ഫോളോ ചെയ്തിട്ടല്ല എല്ലാ കുട്ടികളും വളരുന്നത് അല്ലേ, ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഓരോ കുട്ടിയുടെയും ഹൈറ്റും വെയ്റ്റും എന്താണ്, വാരിയിങ് ആണ്, ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഒരു കുട്ടിക്കുള്ള സെയിം ഹൈറ്റും വെയ്റ്റും അല്ല അത് സെയിം ഏജുള്ള വേറൊരു കുട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ എന്താണ്, അവരുടെ പല കാരണങ്ങൾ കൊണ്ട് അവരുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ആവറേജ് ഹൈറ്റും വെയ്റ്റും ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത് അല്ലേ. ദ സൈസ് ഓഫ് ദ ബ്രെയിൻ ഓൾസോ ഇൻക്രീസസ് സ്റ്റഡിലി ഇൻ ദ പ്രീ സ്കൂൾ ഇയേഴ്സ്. എന്താണ്, കുട്ടിയുടെ ബ്രെയിനിൻ്റെ സൈസും സെയിം നമ്മുടെ ബോഡി ഓർഗൻ, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓർഗൻസ് എല്ലാതും വളരുന്ന പോലെ നമ്മൾ ഇൻറ്റേർണൽ ഓർഗനാണ് ബ്രെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ബ്രെയിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രീ സ്കൂൾ സ്റ്റേജിൽ. ഓക്കെ, ബൈ ദ ടൈം എ ചൈൽഡ് 6-year-old ദ വെയ്റ്റ് ഓഫ് ഇറ്റ്സ് ബ്രെയിൻ ഈസ് 90% ഓഫ് ദാറ്റ് ഓഫ് ബ്രെയിൻ ഓഫ് ആൻ അഡൾട്ട്. എന്താണ് പറയുന്നത്, അവർ ഒരു പ്രീ സ്കൂളർ ആയിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ 6 yearsൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, അവരുടെ ബ്രെയിനിൻ്റെ 90% ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ഗ്രോത്തും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രീ സ്കൂൾ സ്റ്റേജിൽ തന്നെ ഒരു കുട്ടിയുടെ ബ്രെയിനിൻ്റെ വളർച്ച ഓൾമോസ്റ്റ് 90% വളർന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, മസിൽസ് ഓൾസോ ബിക്കം തിക്കർ ആൻഡ് സ്ട്രോങ്ങർ. എന്താണ്, കുട്ടിയുടെ മസിൽസും ഈ ഒരു സമയത്ത് തിക്കറും സ്ട്രോങ്ങറും ആയിരിക്കും. ഓക്കെ, ആയി വളർന്ന് ശരിയായിട്ട് വരും. ഓക്കെ, ബൈ 4 years ഓഫ് ഏജ് ചിൽഡ്രൻ അക്വയർ ടോയ്ലറ്റ് കൺട്രോൾ അറ്റ് നൈറ്റ്. എന്താണ്, ഇനി ഒരു 4 years ഒക്കെ ആകുമ്പോൾ തന്നെ കുട്ടിയുടെ മസിൽസ് തിക്കറും സ്ട്രോങ്ങറും ആയി കഴിഞ്ഞു അല്ലേ. സോ ആ ഒരു സമയം തിക്കറും സ്ട്രോങ്ങറും ആവുന്ന ആ ഒരു സമയം മുതൽ എന്തുണ്ട്, കുട്ടികൾക്ക് നൈറ്റിൽ ടോയ്ലറ്റ് കൺട്രോളും കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ പാരൻസ് ക്യാൻ യൂസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് playing with blocks, puzzles, sorting buttons or beads, cutting along a straight line using blunt scissors, paper tearing, coloring, paper folding to improve the fine motor കോർഡിനേഷൻ ഓഫ് ദ യങ് ചിൽഡ്രൻ. എന്താണ് പറയുന്നത്, കുട്ടികൾക്ക് പാരൻസ് ഈ ഒരു സമയത്ത് എന്തൊക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് കളിക്കാനുള്ള ബ്ലോക്സ്, പസിൽസ്, അതുപോലെ ബട്ടൺസ് സോർട്ട് ചെയ്യാനുള്ള ബീഡ്സ് അല്ലേ, ബട്ടൺസ് ഓർ ബീഡ്സ് ഒക്കെ സോർട്ട് ചെയ്യാൻ തരംതിരിക്കാനുള്ള മെറ്റീരിയൽസ്, അതുപോലെ കട്ടിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ യൂസിങ് ബ്ലണ്ട് സിസേഴ്സ്. കുട്ടികൾക്ക് ഹാംഫുൾ അല്ലാത്ത സിസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് കട്ടിങ്ങിനുള്ള അവസരങ്ങൾ, പേപ്പർ കട്ടിങ്ങിനൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ അത്തരം ബ്ലണ്ട് സിസേഴ്സൊക്കെ അവർക്ക് നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കണം പാരൻസ്. ദെൻ ഓൺലി അവർക്ക് എന്തുണ്ടാവുക, മോട്ടോർ കോർഡിനേഷൻ അല്ലേ, ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അതുപോലെ പേപ്പർ ടയറിങ്, പേപ്പർ കീറുന്ന പോലെയുള്ള ടയറിങ് ആക്ടിവിറ്റീസ്, കളറിങ്, അതുപോലെ പേപ്പർ ഫോൾഡിങ് ടു ഇംപ്രൂവ് ദ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ ഓഫ് യങ് ചിൽഡ്രൻ. ചെറിയ കുട്ടികളിൽ ഫൈൻ മോട്ടോർ മീൻസ് എന്താണ്, സ്മോൾ മസിൽസ്, നമ്മൾ വിരലുകളിലൊക്കെയുള്ള അതുപോലെ റിസ്റ്റ് മസിൽസ് ആയ സ്മോൾ മോട്ടോർ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഡെക്സ്റ്ററിറ്റി ആക്ടിവിറ്റി എന്ന് പറയും. നമ്മൾ സാധാരണ മോണ്ടിസോറി ലാബിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റിന്, ഫിംഗർ മസിൽസിൻ്റെ അതുപോലെ റിസ്റ്റ് മസിലിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. സോ പാരൻസ് ഇതൊക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ അവർക്ക് മോട്ടോർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, യങ് ചിൽഡ്രൻ പ്രാക്ടീസ് ഫൈൻ മോട്ടോർ കൺട്രോൾ ത്രൂ ആക്ടിവിറ്റീസ് സച്ച് ആസ് കട്ടിങ്, ത്രെഡിങ്, ബീഡിങ് ആൻഡ് സോർട്ടിങ്. എന്താണ്, ചെറിയ കുട്ടികൾ ഈ ഇത്തരം ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് എന്തുണ്ടാവുന്നത്, മോട്ടോർ കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. മോട്ടോർ കൺട്രോൾ മീൻസ് ഫൈൻ മോട്ടോർ അല്ലേ, ചെറിയ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിലൂടെയാണ്, കട്ടിങ്ങിലൂടെ, അതുപോലെ ത്രെഡിങ്, ബീഡിങ്ങിലൂടെ, അതുപോലെ സോർട്ടിങ്ങിലൂടെയൊക്കെയാണ് അവർ മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, parents need to provide children with toys which further enhance their fine motor coordination. എന്താണ്, ഫാദർ അതല്ലെങ്കിൽ മദർ, പാരൻസ് കുട്ടികൾക്ക് എന്ത് റെഡിയാക്കി സെറ്റാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്, ഫൈൻ മോട്ടോർ കോർഡിനേഷൻ, അതായത് ഐസും ഹാൻഡും തമ്മിലുള്ളൊരു കോർഡിനേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, കണ്ണും കൈയും തമ്മിലുള്ള. സോ അവർക്ക് കണ്ടുകൊണ്ട് വർക്ക് ചെയ്ത് മോട്ടോർ ഡെവലപ്മെൻറ്റ്, മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമായ ടോയ്സ് അല്ലേ, അത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെയുള്ള ബ്ലോക്സ്, പസിൽസ് അല്ലേ, ബീഡ്സ്, ബ്ലണ്ട് സിസേഴ്സ്, പേപ്പേഴ്സ്, അതുപോലെ നമ്മൾ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒറിഗാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് അവർ ഓരോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് അല്ലേ. സോ അത്തരം ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്തുണ്ട്, ഫൈൻ മോട്ടോർ കോർഡിനേഷൻ നടക്കുന്നുണ്ട്, ഫൈൻ മോട്ടോർ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റ്.
സോ പാരൻസ് ഇതൊക്കെ കുട്ടികൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഫൈൻ മോട്ടോർ മോട്ടോർ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടിയാണ് മോട്ടോർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ടുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പാർട്ട് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.